ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് സി മാക്സിലേക്ക് വന്നേക്കാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. അത് അവിടെ നല്ല ബ്രാൻഡഡ് ഷോപ്സായ H&M, ഉള്ളി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഡ്രസ്സ് വാങ്ങിക്കാനും എനിക്ക് ഷൂ ഒക്കെ നോക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കണേ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണെങ്കിൽ സി മാക്സിൻ്റെ ഫ്രണ്ടിലുള്ളൊരു കുഞ്ഞൊരു പോണ്ടാണ്. ഇവിടെ ഇങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. എപ്പോഴും നമുക്ക് അറിയണ പാട്ടുകളൊക്കെ ഇംഗ്ലീഷ് പാട്ടുകളായിരിക്കും. കടയിലാണ് ഞങ്ങൾ എപ്പോഴും ഷോപ്പിങ്ങിന് കയറാറ്. ഓൺലി ഇത് ഗേൾസിന് മാത്രമായിട്ടാണ്. ഞങ്ങളിപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഓൺലി ആൻഡ് സൺസിൽ തന്നെ കയറിയേക്കാണ്. അപ്പോൾ ഇവളുടെ ഒരു കസിൻ ചേട്ടന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹുഡി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ബോയ്സിൻ്റെ ഷോപ്പാണ് ശരിക്കും. അപ്പോൾ നമ്മളൊരു ഹുഡി വാങ്ങി നമ്മൾ പുറത്തിറങ്ങിയേക്കാണ്. ഞാൻ ഇട്ട് നോക്കിയത് ഒരു പച്ച ഹുഡിയാണ്, പക്ഷെ അതിൻ്റെ XL സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ക്രീം കളറാണ് വാങ്ങിയേക്കണത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതാണ് സി മാക്സിൻ്റെ ഇങ്ങനെ പുറത്ത് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ വന്നിരിക്കും. ഗായ്സ്, ഇപ്പോൾ നല്ല ഒരു വെറ്ററാണ് നമുക്ക് ഉള്ളത്. ഈ വെറ്റർ നമുക്ക് ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആണ് കിട്ടിയേക്കണത്. ഇതിനെ സ്പേറ്റ് സമ്മർ എന്നാണ് പറയുക. ഇന്നൊരു 4 ദിവസം ഇനി ഇങ്ങനത്തെ ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയേക്കാണ്. അല്ലെങ്കിൽ ഇത് ശരിക്കും തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ മൺഡേ തൊട്ട് വീണ്ടും തണുത്തൊരു ക്ലൈമറ്റ് ആയിരിക്കും. ഇന്ന് സാറ്റർഡേ ആണ്, നാളെയും കൂടെ ഈ ക്ലൈമറ്റ് ഉണ്ടാവും. അപ്പം ഞാനും പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പം നമ്മൾ ഇനി സാധനം ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ സിംഗിനി പോവാണ്. അവിടെ പോയിട്ട് ഇനി അടുത്ത ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ വീട് വരുന്നത്. നമുക്ക് തൊട്ടടുത്താണ് വീട്. നമ്മളിതാണ് ഈ ഹുഡിയാണ് വാങ്ങിയത്. ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ എത്തും. ബസ്സുണ്ട് നമുക്ക്, പക്ഷെ നമ്മൾ ബസ്സിൽ കയറിയില്ല. നല്ല വെതറായ കാരണം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമുക്ക് ട്രെയിൻ സ്റ്റേഷൻ ഉള്ളത്. ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയേക്കാണ്. ഇപ്പോൾ സിംഗനിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 7 മിനിറ്റേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ ട്രെയിനിലത്തെ ആളിരിക്കുക, ട്രെയിൻ ഓടിക്കണം. അപ്പോൾ നമ്മൾ സിംഗനിലെത്തി. ഇനി ഇവിടുന്ന് നമ്മളൊരു ബസ് കയറിയിട്ട് നമ്മളൊരു കഫേ കുടിക്കാൻ പോവാണ് മെക്ഡൊണാൾഡ്സിൽ നിന്ന്. ഇവിടെ സിംഗൻ നമ്മൾ മെയിൻ സിറ്റിയിൽ മെക്ഡൊണാൾഡ്സ് നോക്കിയിട്ട് കണ്ടില്ല. നമ്മൾ ബസ് കയറി അവിടെ പോവാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ബസ് കയറി. ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിട്ടൊരു കാസലുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്താണ് അവിടെ കാസൽ. ഞങ്ങളത് ഒരു ദിവസം കയറാം. അപ്പോൾ നമുക്ക് വ്ളോഗായിട്ട് കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. മെക്ഡൊണാൾഡ്സ് തപ്പി മാപ്പൊക്കെ ഇട്ട് നടക്കുകയാണ്. പക്ഷെ ഇവിടെ നടക്കാൻ നല്ല രസമുണ്ട്. കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് MC. ഇവിടെ റോളറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് ഡിഷ് സർവീസൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷേക്ക് കിട്ടി. അപ്പോൾ നമ്മൾ കുറേ നടന്നു. നമ്മൾ ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇപ്പോൾ സിംഗനിലേക്ക് വന്നേക്കാണ്, മെയിൻ സിറ്റിയിലേക്ക്. അപ്പോൾ ഈ കൊച്ച് ഇവിടെയാണ് പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂള്. ഈ കാണുന്ന വലിയ ബിൽഡിങ്.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ചട്നി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മേലെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബീഫ് കറി വാങ്ങിച്ചേക്കാണ്. പിന്നെ ഇവള് വാങ്ങിച്ചത് മാംഗോ റൈസാണ്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മാംഗോ ചിക്കൻ കറി, പിന്നെ ഇത് നമ്മുടെ ബീഫ് കറിയാണ്. റൈസ് എല്ലാത്തിലും സെയിം ആണ്. നമുക്കിനി കഴിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഇവിടെ ഇപ്പോൾ സമയം ഒരു 8 മണിയായ, എല്ലായിടത്തും കട ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെഡ് ഹൗസിൽ വന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ബോർഡൻസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ചില ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരം ഒരു 5 മിനിറ്റ് വന്നിട്ട് നമ്മൾ പോവും. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടേ. കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കണേ. അവിടെ അറ്റത്തും ഉണ്ടാക്കിയിട്ടുണ്ട്.